ഇത് സുഖകരമായ ഒരു കാഴ്ചയല്ല. ഇവിടെ ഒരൊറ്റയാൻ ഏകാന്ത തടവിലാണ്. ഇവനൊന്നും അറിയുന്നില്ല. എന്താണ് താൻ ചെയ്ത കുറ്റം? ആരെയാണ് താൻ അപായപ്പെടുത്തുവാനോ അല്ലെങ്കിൽ ആക്രമിക്കുവാനോ മുതിർന്നത്? ഇല്ല, ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല. നോക്കൂ, നിങ്ങൾ എൻ്റെ കണ്ണുകളിലേക്ക് നോക്കൂ, എന്നിട്ട് പറയൂ, ഞാൻ നിങ്ങളെ ആരെയെങ്കിലും ഒരു നോട്ടം കൊണ്ടുപോലും വ്രണപ്പെടുത്തിയിട്ടുണ്ടോ, വേദനപ്പെടുത്തിയിട്ടുണ്ടോ? എനിക്ക് 69 വയസ്സായി. അതെ, 1 2 ഒന്നുമല്ല, അടുത്ത വർഷം 70ൻ്റെ പൂർണ്ണത. ആ ഞാനാണ് ഇങ്ങനെ ഏകാന്ത തടവിൽ കിടക്കുന്നത്. നിങ്ങൾ എന്നെ നിസ്സഹായത കാണുന്നില്ലേ? അതെ, ഞങ്ങൾ നിന്റെ നിസ്സഹായത കാണുന്നുണ്ട് സോമ, ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതിൽ നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങൾക്കും വിഷമമുണ്ട്. പക്ഷേ ആ മതപ്പാടെന്ന വൃത്തം നിന്നെ വളഞ്ഞു നിൽക്കുകയാണല്ലോ. ആ വൃത്തത്തിനുള്ളിൽ നിന്നും പുറത്തു വരാൻ നിനക്കിനിയും 3 മാസത്തെ ഇടവേളയെങ്കിലും വേണ്ടിവരും. അതുവരെ നീ ഇങ്ങനെ നിൽക്കുക. ഞങ്ങൾക്കറിയാം, ഇതൊന്നും നീ മനഃപൂർവ്വം കാണിക്കുന്ന വികൃതികളല്ലെന്ന്. നീ നിന്റെ നല്ല യൗവനത്തിൽ പോലും വലിയ കുസൃതികൾ കാണിച്ചിട്ടില്ല. നീ എന്നും മാന്യനായിരുന്നു. നിന്റെ പേര് പോലെ തന്നെ. തേക്ക് തോട് കൊപ്രം വനത്തിൽ നിന്നായിരുന്നല്ലോ നിന്നെ ഇവർ പിടികൂടുന്നത്. പാവമായിരുന്ന നീ ഇവർ ഒരുക്കിയ വാരിക്കുഴിയിൽ വീഴുകയായിരുന്നു. അന്ന് മുതൽ നീ ഇവിടുത്തെ അംഗമായി. ഇന്ന് കാരണവരും. നിനക്ക് ഓർമ്മ കാണില്ല, ഇതിനു മുമ്പ് 5 തവണ ഇതുപോലെ നിനക്ക് മതപ്പാട് വന്നിട്ടുണ്ട്. വിഷമിക്കണ്ട. അന്നും നീ ഇതുപോലെ സ്വയം ചെളി വാരി എറിഞ്ഞും പുലമ്പിയും കരിയിലകൾ കുത്തിമറിച്ചുമെല്ലാം നിന്നിട്ടുണ്ട്. അതൊന്നും നീ ബോധപൂർവം ചെയ്യുന്നതല്ലെന്ന് എല്ലാവർക്കും അറിയാം. മതപ്പാട് വരുന്ന ഏതൊരാനയ്ക്കും അനിവാര്യമായി മാറുന്ന ഒരു വിധിയാണല്ലോ അത്. അതുവരെ ഈ ചെറിയ സ്വാതന്ത്ര്യത്തിനുള്ളിൽ നിന്ന് നീ ഇഷ്ടം പോലെ കരിയിലകളും ചപ്പും ചവറും എല്ലാം വാരി എറിഞ്ഞുകൊള്ളൂ. നിന്റെ പാപ്പാന്മാരായ നാരായണനും അജീഷിനുമെല്ലാം അത് മനസ്സിലാകുന്നുണ്ട്, ഞങ്ങൾക്കും. ദൂരം നിന്ന് ഇവനെ ഓസിനകത്ത് വെള്ളം കൊടുക്കും, ദൂരം തീറ്റയൊക്കെ ഇട്ട് കൊടുക്കുള്ളൂ. അടുത്ത് പോകാൻ പറ്റത്തില്ല, ഓടിക്കാണ്. ഓടിക്കും, കൈകിട്ട് മടലും ഓലയെല്ലാം പറക്കി നമ്മൾ എറിയുകയൊക്കെ ചെയ്യും. ഉപദ്രവകാരി എപ്പോഴും, അല്ലാത്തപ്പോൾ ശുദ്ധനാണ്. ഇപ്പം നമ്മൾ തണുപ്പിന് വേണ്ടി പിണ്ടി, വെള്ളരിക്ക, കുമ്പളങ്ങ, തണ്ണിമത്തനൊക്കെ ഇട്ട് കൊടുക്കും. പിന്നെ ഉള്ളു തണുപ്പിക്കും. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് 2-3 മണിക്കൂർ കൂടുമ്പോൾ അതിനെ ഓസിട്ട് നമ്മൾ തണുപ്പിക്കും. ഈ മതപ്പാടിലുള്ള ഇതിന് ഇങ്ങനെ ഒരു വെളിവുമില്ലാത്ത രീതിയിൽ മതപ്പാടില്ലാത്തപ്പോൾ ഇതിനെപ്പോലെ പാവം പിടിച്ച ആന ഒരാനയില്ല, ഡിപ്പാർട്ട്മെൻറ്റിലില്ല ഇതിനെപ്പോലെ ശുദ്ധനാന. ഈ സമയത്ത് അതിൻ്റെ കുഴപ്പമല്ല, വെളിവില്ലാത്തതുകൊണ്ടാണ്. ഉണ്ട്. ഇതിപ്പം 5ാമത്തെ പ്രാവശ്യത്തെ നീര. പണി ചെയ്യും. ഇപ്പം പണിയത്തില്ല. ഇപ്പോൾ അതിനെ ഈ പ്രായമായതുകൊണ്ട് പെൻഷനായിട്ട് നിർത്തിയിരിക്കുക. ഇപ്പോൾ 69 വയസ്സ്. ഒന്നും പറയുന്നില്ല. നമ്മളെ പറക്കി തരുമോ? ഈ മക്കളെ എടുത്ത് തരുമോ? സാധനം എല്ലാം പറക്കി തരും. മതപ്പാടുള്ള ദിനങ്ങളിൽ 2 മണിക്കൂർ ഇടവിട്ടുള്ള കുളിയാണ് പ്രധാനം. അങ്ങനെ നോക്കണ്ട സോമ, നിന്റെ വേദന ഞങ്ങൾക്കറിയാം. ഇന്ന് വരെ നീ ആരെയും വേദനിപ്പിച്ചിട്ടില്ല. ഇനിയും അതിന് മുതിരില്ലെന്ന് ഞങ്ങൾക്കറിയാം. എടോ കാരണവരെ, അങ്ങനെ വിളിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. താങ്കൾക്ക് ഞങ്ങൾ വളരെ വേഗം ഈ അവസ്ഥ പിന്നിടുവാനാകട്ടെ എന്നെല്ലാ ആശംസകളും നേരുന്നു. പ്രാർത്ഥിക്കുന്നു. ശരീരം തണുക്കുവാൻ കുമ്പളങ്ങയും തണ്ണിമത്തനും വെള്ളരിയുമെല്ലാം വേണ്ടുവോളം കഴിക്കുക. കുളിക്കാനും മറക്കരുത്. എഴുന്നള്ളത്തിനുള്ള അവസരമൊന്നും നിങ്ങൾക്ക് നഷ്ടമാകാതിരിക്കട്ടെ.
ജനുവരിയോടെ ഉത്സവങ്ങൾ തുടങ്ങും. അപ്പോഴേക്കും എല്ലാം ശരിയാകും. നിങ്ങളുടെ പുറത്ത് കയറി സവാരി നടത്തുവാൻ ടൂറിസ്റ്റുകൾക്കും ആഗ്രഹമുണ്ട്. അടുത്ത വർഷം സപ്തതി ആഘോഷിക്കുമ്പോൾ ഞങ്ങളെയും ക്ഷണിക്കുക. തീർച്ചയായും ഞങ്ങൾ വരും. അപ്പോൾ കൂടുതൽ അടുത്ത് നിന്ന് കുറേ കൂടി വർത്തമാനങ്ങൾ പറയാം. ഇപ്പോൾ തൽക്കാലം ടാറ്റ.